ഇതരായാൽ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അജയിനടുത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും ഭവാനിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം. എന്നാൽ സൗഭാഗ്യപുരത്തെ സന്തോഷങ്ങളെല്ലാം കെട്ടണഞ്ഞു പോയി എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോഴത്തേക്കും അജയ് തീരുമാനമെടുക്കുന്നു. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എങ്കിലും എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി ഞാൻ അവരെ തിരിച്ചു വിളിച്ചാലേ പറ്റുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ വാക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ പോയി കാണും, വിളിക്കും, പക്ഷേ കല്യാണത്തിന്റെ ഉറപ്പൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നീ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ, എനിക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ സത്യനാഥ് പറയുക, കണ്ടോ എത്ര നാളായിട്ട് അവരാ കഷ്ടതയിലാ കിടക്കുന്നേ, ഞങ്ങൾ പോയി കണ്ടപ്പോഴതാ ഞങ്ങൾക്കത് മനസ്സിലായത്, അതുകൊണ്ട് നീ അവിടെ പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്നൊക്കെ അജയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ അജയ് പറയുക, ഞാൻ പല രീതിയിലും അമ്മയടുത്തും മകളടുത്തും പറഞ്ഞതാ എനിക്ക് ഇഷ്ടമില്ലാന്ന്. അജയ് ഭൂമിയെ കാണാൻ എത്തുന്നുണ്ട്. ഭൂമിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞങ്ങളാണെങ്കിൽ കുറെ അന്വേഷിച്ച് ചില വഴികളിലൊക്കെ എത്തി നിൽക്കുക, പക്ഷേ ചില സംശയങ്ങൾ അതാണെങ്കിൽ മാറുന്നില്ല. അത് നീ കണ്ടെത്തിയ അതേ കാരണമാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിൽ കിട്ടിയാലേ എനിക്കതിൽ ഒരു ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ തെളിയിച്ചോളാം എൻ്റെ സത്യങ്ങൾ, അത് സാറിൻ്റെ രീതിയിൽ സാർ അന്വേഷിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. ഭൂമിയുടെ ഈ വാക്കുകൾ കേട്ട ഉടനെ തന്നെ സത്യനാഥ് പറയുന്നുണ്ട്, എന്തായാലും മോള് ജയിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാ. മോളുടെ പ്രവൃത്തി അങ്ങനെയാ. എന്തായാലും ഞങ്ങളുടെ വീട്ടിലെ അമ്മയെ തന്നെ കയ്യിലെടുത്ത ആളാ. ആദ്യം തന്നെ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ മോള് തന്നെയാ മുന്നിട്ട് നിൽക്കണമെന്ന് അമ്മയ്ക്ക് വളരെ ആഗ്രഹമുണ്ട്. അത് എന്തോന്നില്ലാത്ത ഒരു അടുപ്പമെന്ന അമ്മയും പറയാറ്. അത് ശരി തന്നെയാ. എനിക്ക് ഇവിടെ ഇത്രയും ദിവസം നിന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ അപ്പു ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഇനി ഉടനെ അപ്പു ആവും എന്നൊക്കെ പറയുന്നുണ്ട് ഭൂമി. ആ സമയത്ത് അജയ് പറയുക, എന്തായാലും ഇത്തിരി സന്തോഷം വന്നിട്ടുണ്ട് ഭൂമിക്ക്, എന്താ കാര്യമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുക. അത് എനിക്കൊരു പുതിയൊരു അച്ഛൻ്റെ സ്നേഹം കൂടെ കിട്ടി. പക്ഷേ എൻ്റെ അച്ഛനെ ഞാനാണെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളിലൂടെ പോയ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും ഇത് ഒന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വിഷമിക്കണ്ട, നമുക്കെല്ലാം കണ്ടെത്താം മോളെ എന്നൊക്കെ പറഞ്ഞ് സത്യനാഥ് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അജയ് സത്യനാഥിന്റെ അടുത്ത് പറയുക, എന്തായാലും ഞാൻ അങ്ങോട്ട് ഭവാനി ആന്റിയുടെ അവിടെ പോകുന്നുണ്ട് വിളിക്കാൻ വേണ്ടി. നല്ല കാര്യം, വിളിച്ചിട്ട് വരണം. പക്ഷേ ഒരു കാര്യം അങ്കിൾ അറിഞ്ഞിരിക്കണം, ഞാനാണെങ്കിൽ അവളെ കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ വീട്ടിലെത്തിച്ചാലേ അമ്മയ്ക്കൊരു സമാധാനം ആവത്തുള്ളൂ, അതുകൊണ്ട് വീട്ടിലെത്തിക്കുക, അത് നിന്റെ കടമ തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അജയ് അവിടേക്ക് പോകുന്നുണ്ട്. ആ വീടും വഴികളും എല്ലാം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു സംശയത്തിന്റെ നിഴല് തോന്നുകയും ചെയ്യുന്നുണ്ട് അജയ്ക്ക്. അങ്ങനെ അജയ് അവരെ പോയി വിളിക്കുന്നുണ്ട്. ആ സമയത്ത് രണ്ടുപേരും പുറത്തിറങ്ങുന്നില്ല. ഭവാനി അഞ്ജന്റെ അടുത്ത് പറയുന്നുണ്ട്, അവൻ വന്നിട്ടുണ്ട്, എന്ത് ഉദ്ദേശത്തിലാണെന്നറിയില്ല, എല്ലാം അറിഞ്ഞിട്ടാണോ അതോ അല്ലാതെയാണോ അതൊന്നും അറിയില്ല, ആദ്യം ഞാൻ തന്നെ പോവാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ നീ ഇവിടെ വന്നത്? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരേ ഒരു ഡിമാൻഡും വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മോള്, അത് നിനക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏത് ഡിമാൻഡിന് ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ സന്തോഷം കൊണ്ട് അകത്തേക്ക് പോയിട്ട് അഞ്ജനയെ വിളിച്ചിട്ട് വരുന്നുണ്ട്. അഞ്ജന, ഒരു കാര്യം നീ അറിഞ്ഞോ? അവൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യം നീ അറിയണം. അവനാണെങ്കിൽ എല്ലാ ഡിമാൻഡും അംഗീകരിച്ചെന്ന്. എന്ത് ചെയ്യണം? നമുക്ക് അവൻ്റെ കൂടെ പോകാം. അതാ നല്ലത്. എനിക്ക് ഈ നരക തുല്യമായ ജീവിതം തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. വെള്ളവും കോരി ജോലിയും ചെയ്ത് എന്തായിരുന്നു ഞങ്ങളുടെ ഒരു അവസ്ഥ. ഇനി അതിൽ നിന്ന് മാറ്റം, ഇനി പുതിയ ജീവിതത്തിലേക്കും എനിക്ക് അതൊന്ന് ആസ്വദിക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അഞ്ജന. എന്തായാലും അത് പെട്ടെന്ന് നീ സംശയിക്കുന്ന നിഴലിൽ കൂടെ തന്നെയാണ് അവൻ്റെ ഒരു കണ്ണുകൾ. എനിക്കത് അവൻ്റെ കണ്ണുകളിലൂടെ വായിച്ചെടുക്കാൻ പറ്റി.
പക്ഷെ എന്തോ ഒരു ചതി മണക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അവൻ വന്ന് വിളിച്ച സ്ഥിതിക്ക് നമുക്ക് പോകാം. അങ്ങനെ സന്തോഷത്തോടെ അജീരെ കൂട്ടത്ത് പോകുന്നുണ്ട്. ആ സമയത്ത് അഞ്ജന പറയുന്നുണ്ട് അജീരുടെ അടുത്ത്, എനിക്ക് ഇപ്പോഴാ സന്തോഷമായത്, എനിക്കറിയായിരുന്നു നീ എന്നെ വിളിക്കാൻ വരുമെന്ന്, നീ എന്നെ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന്. ആ സമയത്ത് അജയ് മിണ്ടാതിരിക്കുകയായിരുന്നു. കാറിൽ വന്നിറങ്ങിയത് മുത്തശ്ശിയുടെ അടുത്ത് ഓടിപ്പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ മുത്തശ്ശി ആ സന്തോഷം കൊണ്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നുമുണ്ട്, ഭവാനിയെയും അഞ്ജനയും. അത് അറിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പറയുന്നുണ്ട് അജയുടെ അടുത്ത്, നീ ഞാൻ പറഞ്ഞത് കേട്ടു, അത് നല്ലൊരു കാര്യം നീ ചെയ്തത്. പക്ഷേ ഇനി എന്താ കാര്യമെന്ന് ഇനി വഴിയെ നമുക്ക് സംസാരിക്കാം. മുത്തശ്ശി ഇപ്പൊ ഒന്നും പറയണ്ട, മുത്തശ്ശിയുടെ തീരുമാനം അവർ വരുന്നതല്ലേ, എന്തായാലും വന്നല്ലോ, ഇനി ബാക്കി പിന്നെ തീരുമാനിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അജയ് ആണെങ്കിൽ മുത്തശ്ശിയുടെ ആ സന്തോഷവും കണ്ടിട്ട് പോകുന്നുണ്ട്. പോയ ഉടനെ തന്നെ സത്യനാഥ് അങ്കിളിന്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ഞാൻ അവര് വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഞാൻ കല്യാണം കഴിക്കുമെന്നല്ല പറഞ്ഞത്, ഡിമാൻഡ് അംഗീകരിച്ചോ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഡിമാൻഡ് അംഗീകരിച്ചെന്നും പറഞ്ഞു. ഏത് ഡിമാൻഡാന്ന് എൻ്റെ വായിൽ നിന്ന് വീണില്ല, അത് ഒരിക്കലും വീഴത്തുമില്ല. പക്ഷേ അവൾ ഒരുപാട് സ്വപ്നം കാണുക, പക്ഷെ എന്നെ സ്വപ്നം കാണുന്നവരുണ്ട്, എനിക്ക് അവരെ മറക്കാൻ പറ്റുമോ അങ്കിളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഭൂമി പറയുക, എന്താ ആരെ സ്വപ്നം കാണുന്നത്, അയാളെക്കുറിച്ച് എൻ്റെ അടുത്ത് പറയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെയുണ്ട്, അതൊക്കെ ഞാൻ സമയമാകുമ്പോഴത്തേക്കും ഞാൻ എല്ലായിടത്തും പറയും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ഭൂമിയാണെങ്കിൽ അജയുടെ അടുത്ത് പറയുക, എനിക്ക് ചില സമയത്ത് ചെറിയ ഇഷ്ടങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. ആരടുത്ത്? എൻ്റെ അടുത്തോ? അത് നിന്റെ ഓരോ വേലത്തനങ്ങള് ഞാൻ കാണിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും നിനക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടെന്ന്. പക്ഷെ എനിക്കറിയാലോ നിന്റെ ഈ കളി തമാശകൾ ഏതൊക്കെ രീതിയിലാ പോവെന്ന്. എന്തായാലും നിന്റെ ആ കുട്ടിക്കളിയല്ല ജീവിതം, അതാദ്യം മനസ്സിലാക്ക്, ഒന്ന് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അത്രയ്ക്ക് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ ജീവിതം പാഠമൊന്നും സാർ പഠിപ്പിക്കണ്ട എന്നൊക്കെ ഭൂമി പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ സത്യനാഥ് പറയുക, അത് ശരി തന്നെയാ, ഭൂമിയെ പഠിപ്പിക്കാൻ ആര് നോക്കണ്ട, എല്ലാം അവക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അജയ്ക്ക് ഭൂമിയെ നോക്കിയാൽ കൊള്ളാമായിരുന്നു, മുത്തശ്ശിക്കും താല്പര്യമായിരിക്കും. പക്ഷേ എന്ത് ചെയ്യാനാ, അഞ്ജന ഒറ്റ പിടിയിൽ നിൽക്കുകയല്ലേ. ആ സമയത്ത് പറയുക ഭൂമി, അയ്യോ എനിക്ക് ഈ സാറിനെയൊന്നും വേണ്ട, എന്തായാലും എന്ത് ചിട്ടാവട്ടോ, എനിക്ക് അതിലൊന്നും പറ്റത്തുമില്ല, എനിക്കാണെങ്കിൽ പറ്റി ചെറുക്കനേ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തിരിച്ചെത്തിയ ഭവാനി ഇനി പുതിയ എന്തെങ്കിലും രീതിയിലുള്ള ചിന്താഗതിയിലൊക്കെ ചിന്തിച്ചു കൂട്ടുകയാണ്. ഇനി എങ്ങനെ അപായപ്പെടുത്താം, ഇനി ആരെയൊക്കെ കൊല്ലാം എന്നൊക്കെ അഞ്ജന ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണോ അമ്മേ, ഇനി എന്നെയും കൊല്ലുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പറയരുത്, ഞാൻ വേണ്ടാത്തവരെ കൊല്ലാൻ തീരുമാനിച്ചിട്ടില്ല, പക്ഷേ കൊല്ലുന്ന കൂട്ടത്തില് ഒരു എണ്ണം വരെ കൂടിയിട്ടുണ്ട്. അതാരെയാ? അത് സത്യനാഥനെ തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടുന്ന് അവസാനിക്കുമല്ലോ ഭൂമിയുടെയും അച്ഛൻ്റെയും കഥ. അത് തന്നെയാ ഇപ്പോൾ അച്ഛനും മകളും ഒരുമിച്ച താമസം എന്നാ പറഞ്ഞു കേട്ടത്. എന്തായാലും സത്യങ്ങൾ അറിഞ്ഞിട്ടായിരിക്കും അവൾ ആ താമസം തുടങ്ങിയത്. അവൻ പറഞ്ഞ കേട്ടിടത്തോളം എനിക്ക് പേടിയാവുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് അഞ്ജന പറയുക, കമാലിന്റെ അടുത്ത് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറയണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നശിച്ചു പോകുന്നത് രണ്ടുപേരുടെയും. നമ്മൾ വീണ്ടും പുറത്തേക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും നമ്മുടെ ഒരു ജീവിതം. അതുകൊണ്ട് അതൊന്നും വരാൻ പാടില്ല. ആരെയാണോ തീർക്കേണ്ടത് അവരെയൊക്കെ തീർക്കാൻ പറയമ്മ ആ കമാലിൻ്റെ അടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൻ്റെ അടുത്ത് ഒന്നും ശരിയാവുന്നില്ല. ഇനി ആരെങ്കിലും കൂടെ പണി അറിയാവുന്നവരെ ഏൽപ്പിച്ചാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ചിലവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ഇനി അതുവഴി അങ്ങോട്ട് നീങ്ങാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, ആരാ അത്? അത് മുത്തശ്ശി തന്നെയാ, നീ പറഞ്ഞ മുത്തശ്ശി എല്ലാം കേൾക്കും. ആദ്യം തന്നെ ഭൂമിയെ വെറുപ്പിക്കണം, മുത്തശ്ശിയുടെ ആ ഒരു ചിന്തയിൽ നിന്ന് തന്നെ അവൾ മാറണം. ആ ഭൂമി അതാ ആദ്യം വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടേതായ വഴികൾ തുറന്നു കിട്ടുകയുള്ളൂ. അജയ് നിന്റെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുള്ളൂ. ഈ സൗഭാഗ്യപുരത്ത് ഒരു രാജകുമാരി പോലെ നീ വാഴുകയും ചെയ്യും. അതാ എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്.
എന്തായാലും മുത്തശ്ശിയാണെങ്കിൽ തീരുമാനമെടുത്തല്ലോ, വന്നതിൽ ഭയങ്കര സന്തോഷം. കണ്ടില്ലേ നമ്മുടെ അടുത്ത് കാണിച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ്റെ ഓന്തിൻ്റെ സ്വഭാവം അജിയുടെ. അവന് ഏത് നിമിഷവും വാക്കു മാറാം. അതിനു മുമ്പായിട്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കണം. അത് നിന്റെ ഒരു മിടുക്ക എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് വിധേയനായാലും അത് കാര്യങ്ങൾ ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് അഞ്ജന ഭവാനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് അഞ്ജന പറയുക, എന്തായാലും സത്യനാഥനെ ഇപ്പം കൊല്ലേണ്ട ഒരു കാര്യവുമില്ല. ആദ്യം ആ ഭൂമിയെ കൊല്ലേണ്ടത്. എന്തിനാ ആവശ്യമില്ലാത്തയൊക്കെ വീണ്ടും എടുത്ത് തലയിൽ വെച്ചിട്ട് വീണ്ടും ഓരോ കേസിലോട്ട് പോകുമ്പോഴത്തേക്കും അവസാനം നമ്മൾ പിടിയിലാവേ ഉള്ളൂ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം അമ്മ വരുത്തി വെച്ചതാ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. അവരാണെങ്കിൽ ഇവിടെ താമസിച്ചു പോയെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് എന്തായിരുന്നു കുഴപ്പം? എങ്കിൽ നീ ഈ സ്ഥാനത്ത് കാണില്ലായിരുന്നു, ഭൂമിയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഉടനെ തന്നെയാണ് അജയുടെ പെങ്ങൾ അവിടെ വരുന്നുണ്ട്. വന്നിട്ട് സംസാരിക്കുക അഞ്ജനയുടെ അടുത്ത്. എന്തായാലും പോവേണ്ട ഒരു കാര്യമില്ലായിരുന്നു, നിങ്ങൾ ഇവിടുന്ന് പോയി പിന്നെ എല്ലാവർക്കും ഒരു ഭയങ്കര വിഷമമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ഉടനെ തന്നെ പറയുക, എന്തായാലും അജയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗങ്ങളെല്ലാം സഹിച്ചത്, അജയ് എൻ്റേതാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ഉടനെ തന്നെ അജയുടെ അടുത്ത് പറയുന്നുണ്ട്, അജയ്ക്ക് വേണ്ടിയാണ് അവളാണെങ്കിൽ തിരിച്ചു വന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കല്യാണം കഴിക്കണം അഞ്ജനെ തന്നെ, അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അജയ് പറയുന്നുണ്ട് പെങ്ങളടുത്ത്, ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇവളെ ആയിരിക്കില്ല, ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ അഞ്ജനെ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് തന്നെ അജയ് തീർത്ത് പറയുകയും ചെയ്യുന്നുണ്ട്.